ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച: മയ്യാസക്തമനാഃ പാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയഃ അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു: ഹേ കുന്തിപുത്ര, എന്നെക്കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നതുകൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നതെങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. ഭാവാർത്ഥം. ഭഗവത്ഗീതയുടെ ഈ 7-ാം അധ്യായത്തിൽ കൃഷ്ണാവബോധത്തെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. കൃഷ്ണനിൽ സർവ വിഭൂതികളും തികഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ വിഭൂതികൾ എങ്ങനെ പ്രകടമാക്കുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു. കൃഷ്ണനിൽ ആകൃഷ്ടരാവാൻ ഭാഗ്യം സിദ്ധിച്ച 4 വിധം വ്യക്തികളെക്കുറിച്ചും ഒരിക്കലും കൃഷ്ണനുമായി അടുപ്പത്തിലാവാനാകാത്ത നിർഭാഗ്യരായ 4 വിധം ആളുകളെക്കുറിച്ചും ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങൾ വ്യത്യസ്തങ്ങളായ യോഗവിധികളുടെ അനുഷ്ഠാനത്താൽ ആത്മസാക്ഷാത്കാരത്തിലേക്കുയരാൻ കഴിവുള്ള ഒരു അഭൗതിക ആത്മാവാണ് ജീവസത്തയെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മനസ്സിനെ നിരന്തരം കൃഷ്ണനിൽ ഏകാഗ്രീകരിക്കുന്നത് അഥവാ കൃഷ്ണാവബോധമാണ് സർവോത്കൃഷ്ടമായ യോഗമെന്നും 6-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പ്രസ്താവിക്കുന്നു. കൃഷ്ണനിൽ മനസ്സ് സ്ഥിരമായി ഊന്നുന്നത് കൊണ്ടേ പരമസത്യമെന്തെന്ന് പൂർണ്ണമായി അറിയാൻ കഴിയൂ. മറ്റു ഉപായമൊന്നുമില്ല. അവ്യക്തഗതമായ ബ്രഹ്മത്തിൻ്റെയോ സ്ഥാനീയ പരമാത്മാവിൻ്റെയോ സാക്ഷാത്കാരം നിരപേക്ഷ തത്വത്തിൻ്റെ പൂർണ്ണജ്ഞാനമാവില്ല. അവ ഭാഗികങ്ങളാണ്. പൂർണ്ണവും ശാസ്ത്രാനുസൃതവുമായ ജ്ഞാനം കൃഷ്ണനാണ്. കൃഷ്ണാവബോധം ഉദിച്ചവന് എല്ലാം വെളിവാക്കപ്പെടുന്നു. കൃഷ്ണാവബോധത്തിൻ്റെ പൂർണ്ണതയിൽ സംശയാതീതമായ പരമജ്ഞാനം കൃഷ്ണൻ തന്നെയെന്ന് മനസ്സിലാവും. കൃഷ്ണാവബോധത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ് വിവിധ യോഗങ്ങൾ. നേരിട്ട് കൃഷ്ണാവബോധത്തിലെത്തുന്നവർക്ക് ബ്രഹ്മജ്യോതിസും പരമാത്മതത്വവും അതിൻ്റെ പൂർണ്ണതയിൽ താനേ മനസ്സിലാവും. കൃഷ്ണാവബോധ യോഗാനുഷ്ഠാനം കൊണ്ട് മാത്രം പരമസത്യം, ജീവാത്മാക്കൾ, ഭൗതിക പ്രകൃതി എന്നിവയെക്കുറിച്ചും അവയുടെ നാനാവിധങ്ങളായ ആവിഷ്കാരങ്ങളെക്കുറിച്ചുമുള്ള എല്ലാ അറിവും തനിയെ ലഭിക്കും. അതുകൊണ്ട് 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ശ്ലോകത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം യോഗാ പരിശീലനത്തിനൊരുങ്ങുക. 9 വിധത്തിലുള്ള ഭക്തി സേവന വിധികളാൽ ഭഗവാൻ കൃഷ്ണങ്കൽ മനസ്സിനെ ഏകാഗ്രമാക്കാം. അവയിൽ ആദ്യത്തേതും പ്രധാനമായതും ശ്രവണമത്രേ. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് തച്ഛൃണു അഥവാ എന്നിൽ നിന്ന് കേൾക്കൂ എന്ന് പറഞ്ഞത്. ഇതുപദേശിക്കാൻ കൃഷ്ണനേക്കാൾ ശ്രേഷ്ഠനായി ഒരു പ്രാമാണികനുമില്ല. അദ്ദേഹത്തിൽ നിന്നു തന്നെ കേൾക്കുന്നത് കൊണ്ട് ഒരാൾക്ക് തികഞ്ഞ കൃഷ്ണാവബോധം ഉണ്ടാകാൻ ഏറ്റവും യുക്തമായ ഒരവസരമാണ് കിട്ടുന്നത്. കൃഷ്ണനിൽ നിന്നോ അഥവാ പരിശുദ്ധനായ ഒരു കൃഷ്ണഭക്തനിൽ നിന്നോ നേടേണ്ടതാണ് ഈ ജ്ഞാനം. അല്ലാതെ ലൗകിക വിദ്യാഭ്യാസത്താൽ ഗർവിതനും ഭക്തിയില്ലാത്തവനുമായ ഒരു പുതുപണ്ഡിതനിൽ നിന്നല്ല. പരമസത്യമായ ഭഗവാൻ കൃഷ്ണനെ അറിയുക എന്ന ഈ പ്രക്രിയയെപ്പറ്റി ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ശൃണ്വതാം സ്വകഥാഃ കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തഃ സ്തോഹ്യഭദ്രാണി വിദുനോതി സുഹൃത് സതാം നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ തദാ രജസ്തമോഭാവാഃ കാമലോഭാദയശ്ചേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഏവം പ്രസന്നമനസോ ഭഗവദ്ഭക്തിയോഗതഃ ഭഗവത്തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ വിദ്യതേ ഹൃദയഗ്രന്ഥിശ്ഛിദ്യന്തേ സർവസംശയാഃ
ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഭാഗവതം 1:2-17 മുതൽ 21 വരെ. കൃഷ്ണനെക്കുറിച്ച് വൈദിക സാഹിത്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കുന്നതും ഭഗവത്ഗീതയിലൂടെ നേരിട്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നതും തന്നെ ഒരു പുണ്യകർമ്മമത്രേ. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കഥകൾ കേൾക്കുന്നവർക്ക് ഹിതകാരിയായ സുഹൃത്തിനെ പോലെ പ്രവർത്തിക്കുകയും നിരന്തരം കൃഷ്ണകഥാശ്രവണത്തിലേർപ്പെടുന്ന ആ ഭക്തനെ പവിത്രീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന അതീന്ദ്രിയജ്ഞാനം ഭക്തനിൽ തനിയെ വളർന്നു വരും. ഭാഗവതത്തിലൂടെയും ഭക്തന്മാരിലൂടെയും എത്രത്തോളം കൃഷ്ണനെപ്പറ്റി കേൾക്കുന്നുവോ അത്രത്തോളം ഭക്തന് ഭഗവത് സേവനനിഷ്ഠ കൂടും. വളർന്നു വന്ന ഭക്തിയുത സേവന താൽപ്പര്യം രജസ്തമോ ഗുണങ്ങളെ അകറ്റുന്നതിനാൽ ഭൗതികങ്ങളായ കാമലോഭാദികൾ അയാളെ വിട്ടുമാറും. ഈ മാലിന്യങ്ങൾ മാറുന്നതോടെ ആ ഭക്തൻ ശുദ്ധ സത്വഗുണപൂർണനായി ഭഗവത് സേവനത്തിൽ കൂടുതൽ ഊർജ്ജസ്വലനായിത്തീരും. ഭഗവത് തത്വവിജ്ഞാനം പൂർണ്ണമായി അറിയാൻ അയാൾക്ക് സാധിക്കും. ഇങ്ങനെയാണ് ഭക്തിയോഗം ഭൗതികാസക്തിയുടെ കടും കെട്ടഴിക്കുന്നതും ഭഗവാനാകുന്ന പരമസത്യത്തെ നിസ്സംശയമായും സമഗ്രമായും അറിയുക എന്ന നിലയിലേക്ക് ഉയർത്തുന്നതും. കൃഷ്ണനിൽ നിന്നോ കൃഷ്ണാവബോധം ഉദിച്ച ഭക്തനിൽ നിന്നോ കേൾക്കുന്നതുകൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണൻ്റെ ശാസ്ത്രം ഗ്രഹിക്കാൻ കഴിയൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.